ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഇതൊരു കൺസർവേറ്റീവ് പാരമ്പര്യവാദ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞങ്ങൾ ആരും സമൂഹത്തിൽ ഇല്ല എന്ന് മീഡിയക്കാർ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മീഡിയക്കാർ 99% ഈ ലിബറൽ പക്ഷവും ഫെമിനിസ്റ്റ് പക്ഷവും മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങളെ പോലെ ഒരുപാട് മനുഷ്യർ, ഭൂരിപക്ഷം ഞങ്ങളാണ്, അങ്ങനെ പറയുന്നില്ല. ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് അവഗണിച്ചുകൊണ്ട് പോകരുത്. അപ്പൊ ഞങ്ങളെ വിമർശിക്കുന്നതിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന് വലിയ പ്രായമൊന്നുമില്ല, പക്ഷേ തന്ത വൈബ് കാണിക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ ഹണി റോസിനെയും ഇതേപോലെ സോഷ്യൽ ഓഡിറ്റിനോ വിമർശനത്തിനോ വിധേയയാക്കണമെന്ന് ഹണി റോസും കൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ ഹണി റോസിനെ പിന്തുണയ്ക്കുന്ന അതിനകത്തൊരു അപകടം എന്താണെന്ന് വെച്ചാൽ എന്താ അറിയോ, നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം. നിലവിൽ ഇത് കോടതിയിൽ കേസിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഞങ്ങളിനി ഒരു അഭിപ്രായം പറയില്ല, കോടതി പറയുന്നത് വരെ. അതിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും കുടുങ്ങി നിൽക്കുന്നത് ആ ഘട്ടത്തിലാണ്. കോടതി അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഏതൊരു സ്ത്രീക്കും അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട അവകാശമുണ്ട്. താങ്കൾക്ക് സഭ്യമായ രീതിയിൽ ആ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശവുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ചാനലുകളിൽ ആ രീതിയിലാണ് ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നൊക്കെയുള്ള വാക്ക് പറയുമ്പോൾ ഒരു സ്ത്രീ അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന് പറയുമ്പോൾ പുരുഷന്മാരും ആക്കുന്നില്ലല്ലോ. ഇതൊരു ചോദ്യം മറുഭാഗത്ത് വരുമല്ലോ സ്വാഭാവികമായി. പുരുഷന്മാരുടെ വാക്കുകളെയും നോക്കുകളെയും ഞാൻ അത് അപകടമുണ്ടാക്കുന്നത് കൊണ്ടാണ്. അതൊരു സ്ത്രീയെ അല്ലെങ്കിൽ മറ്റൊരാളെ അയാളുടെ ഒരു പൊസിഷനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ അതുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അറിയേണ്ടത് താങ്കൾ ഇന്നിപ്പോ അല്ല, ഡിഫമേഷൻ ആണെങ്കിൽ താങ്കളുടെ പരാതി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹണി റോസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പോലീസിന് കൺഫ്യൂഷൻ ഉള്ളത്.